ഹലോ, എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ഇന്ന് നോക്കാൻ പോകുന്നത് 2026 ജനുവരി മാസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. 2025 നാലാമത് ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാരം ലഭിച്ചതാർക്ക്? 2025 നാലാമത് ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാരം ലഭിച്ചതാർക്ക്? ഡോക്ടർ കെ ശ്രീകുമാർ. ഡോക്ടർ കെ ശ്രീകുമാറിനാണ് 2025 നാലാമത് ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. ഡോക്ടർ കെ ശ്രീകുമാറിന്റെ MT വാസുദേവൻ നായർ എന്ന ജീവചരിത്രത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. 2024 മൂന്നാമത് ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാരം ലഭിച്ചത് സന്തോഷ് കുമാർ. സന്തോഷ് കുമാറിന്റെ തപോമയുടെ അച്ഛൻ എന്ന നോവലിനാണ് പുരസ്കാരം ലഭിച്ചത്. 2023 രണ്ടാമത് ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാരം ലഭിച്ചതാർക്ക്? സാറ ജോസഫ്. സാറ ജോസഫിന്റെ കറ എന്ന നോവലിനാണ് പുരസ്കാരം ലഭിച്ചത്. 2022 പ്രഥമ ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാരം ലഭിച്ചത് കെ വേണു. കെ വേണുവിന്റെ ഒരന്വേഷണത്തിന്റെ കഥ എന്ന ആത്മകഥയ്ക്കാണ് പുരസ്കാരം ലഭിച്ചത്. കേരള സാമൂഹ്യ നീതി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ഭിന്നശേഷി പ്രതിഭകളുടെ സർഗോത്സവം. കേരള സാമൂഹ്യ നീതി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ഭിന്നശേഷി പ്രതിഭകളുടെ സർഗോത്സവം സവിശേഷ. സവിശേഷയാണ് കേരള സാമൂഹ്യ നീതി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ഭിന്നശേഷി പ്രതിഭകളുടെ സർഗോത്സവം. ദക്ഷിണ ധ്രുവത്തിലേക്ക് സ്കീയിങ് നടത്തിയ പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരി. ദക്ഷിണ ധ്രുവത്തിലേക്ക് സ്കീയിങ് നടത്തിയ പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരി കാമ്യ കാർത്തികേയൻ. കാമ്യ കാർത്തികേയനാണ് ദക്ഷിണ ധ്രുവത്തിലേക്ക് സ്കീയിങ് നടത്തിയ പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരി. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന പ്രഥമ നാഷണൽ അത്ലറ്റ്സ് ഫോറത്തിന്റെ വേദി. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന പ്രഥമ നാഷണൽ അത്ലറ്റ്സ് ഫോറത്തിന്റെ വേദി അഹമ്മദാബാദ്. അഹമ്മദാബാദാണ് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന പ്രഥമ നാഷണൽ അത്ലറ്റ്സ് ഫോറത്തിന്റെ വേദി. അന്താരാഷ്ട്ര T20 ക്രിക്കറ്റിൽ ഒരു മത്സരത്തിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ താരം. അന്താരാഷ്ട്ര T20 ക്രിക്കറ്റിൽ ഒരു മത്സരത്തിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ താരം സോനം യഷെ. സോനം യഷെയാണ് അന്താരാഷ്ട്ര T20 ക്രിക്കറ്റിൽ ഒരു മത്സരത്തിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ താരം. സോനം യഷെ ഭൂട്ടാൻ താരമാണ്. മ്യാൻമറിനെതിരെ നടന്ന മത്സരത്തിൽ 8 വിക്കറ്റുകൾ സ്വന്തമാക്കിയാണ് സോനം യഷെ ഈ റെക്കോർഡ് സ്വന്തമാക്കിയത്. അന്താരാഷ്ട്ര വനിതാ T20 ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയത്. അന്താരാഷ്ട്ര വനിതാ T20 ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയത് ദീപ്തി ശർമ്മ. ദീപ്തി ശർമ്മയാണ് അന്താരാഷ്ട്ര വനിതാ T20 ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയത്. 2020 ഇന്ത്യ ചൈന അതിർത്തിയിലെ ഗൽവാൻ സംഘർഷം പ്രമേയമാക്കി പുറത്തിറങ്ങുന്ന സിനിമ. 2020 ഇന്ത്യ ചൈന അതിർത്തിയിലെ ഗൽവാൻ സംഘർഷം പ്രമേയമാക്കി പുറത്തിറങ്ങുന്ന സിനിമ ബാറ്റിൽ ഓഫ് ഗൽവാൻ. ബാറ്റിൽ ഓഫ് ഗൽവാൻ ആണ് 2020 ഇന്ത്യ ചൈന അതിർത്തിയിലെ ഗൽവാൻ സംഘർഷം പ്രമേയമാക്കി പുറത്തിറങ്ങുന്ന സിനിമ. ബാറ്റിൽ ഓഫ് ഗൽവാൻ എന്ന സിനിമയുടെ സംവിധായകൻ ആരാണ്? അപൂർവ ലഗിയ. അപൂർവ ലഗിയയാണ് ബാറ്റിൽ ഓഫ് ഗൽവാൻ എന്ന സിനിമയുടെ സംവിധായകൻ. ലോകത്താദ്യമായി നിയമപരമായ അവകാശങ്ങൾ ലഭിക്കുന്ന ആദ്യ പ്രാണിവർഗം. ലോകത്താദ്യമായി നിയമപരമായ അവകാശങ്ങൾ ലഭിക്കുന്ന ആദ്യ പ്രാണിവർഗം ആമസോണിയൻ സ്റ്റിംഗ്ലെസ് ബീസ്. ആമസോണിയൻ സ്റ്റിംഗ്ലെസ് ബീസ് ആണ് ലോകത്താദ്യമായി നിയമപരമായ അവകാശങ്ങൾ ലഭിക്കുന്ന ആദ്യ പ്രാണിവർഗം. അടുത്തിടെ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച റോക്കറ്റ്. അടുത്തിടെ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച റോക്കറ്റ് പിനാക്ക റോക്കറ്റ്. പിനാക്ക റോക്കറ്റാണ് അടുത്തിടെ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച റോക്കറ്റ്. പിനാക്ക റോക്കറ്റിന്റെ ദൂരപരിധി 120 കിലോമീറ്ററാണ്. അടുത്തിടെ അമിസ്കസ് ഗ്രോത്ത് പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം അപൂർവ ധാതുക്കളുടെ ശേഖരത്തിൽ ഒന്നാമതുള്ള രാജ്യം. അടുത്തിടെ അമിസ്കസ് ഗ്രോത്ത് പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം അപൂർവ ധാതുക്കളുടെ ശേഖരത്തിൽ ഒന്നാമതുള്ള രാജ്യം ചൈന. ചൈനയാണ് അമിസ്കസ് ഗ്രോത്ത് പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം അപൂർവ ധാതുക്കളുടെ ശേഖരത്തിൽ ഒന്നാമതുള്ള രാജ്യം. അമിസ്കസ് ഗ്രോത്ത് പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം അപൂർവ ധാതുക്കളുടെ ശേഖരത്തിൽ രണ്ടാമതുള്ള രാജ്യം ബ്രസീലും മൂന്നാമതുള്ള രാജ്യം ഇന്ത്യയുമാണ്. 2026 20ാമത് ഏഷ്യൻ ഗെയിംസിന്റെ വേദി. 2026 20ാമത് ഏഷ്യൻ ഗെയിംസിന്റെ വേദി ജപ്പാൻ. ജപ്പാനാണ് 2026 20ാമത് ഏഷ്യൻ ഗെയിംസിന്റെ വേദി. യൂറോ പ്രാബല്യത്തിൽ വരുന്ന 21ാമത്തെ രാജ്യം ഏതാണ്? യൂറോ പ്രാബല്യത്തിൽ വരുന്ന 21ാമത്തെ രാജ്യം ഏതാണ്? ബൾഗേറിയ. ബൾഗേറിയയാണ് യൂറോ പ്രാബല്യത്തിൽ വരുന്ന 21ാമത്തെ രാജ്യം.
2026 ദേശീയ സരസ് മേളയുടെ വേദി എവിടെയായിരുന്നു? 2026 ദേശീയ സരസ് മേളയുടെ വേദി എവിടെയായിരുന്നു? ചാലിശ്ശേരി. പാലക്കാട് ജില്ലയിലെ ചാലിശ്ശേരിയായിരുന്നു 2026 ദേശീയ സരസ് മേളയ്ക്ക് വേദിയായത്. ഇന്ത്യയിലെ ആദ്യത്തെ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ സർവീസ് നടത്തുന്നത് ഏതൊക്കെ സ്ഥലങ്ങൾക്കിടയിലാണ്? ഇന്ത്യയിലെ ആദ്യത്തെ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ സർവീസ് നടത്തുന്നത് ഏതൊക്കെ സ്ഥലങ്ങൾക്കിടയിലാണ്? ഗുവാഹത്തി, കൊൽക്കത്ത. ഗുവാഹത്തി, കൊൽക്കത്ത എന്നീ സ്ഥലങ്ങൾക്കിടയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ സർവീസ് നടത്തുന്നത്. സംസ്ഥാനത്ത് പട്ടികജാതി പട്ടികവർഗ ഉന്നതികളിൽ വായനാ സംസ്കാരം വളർത്തുന്നതിനായി തദ്ദേശ ഭരണ വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി. സംസ്ഥാനത്ത് പട്ടികജാതി പട്ടികവർഗ ഉന്നതികളിൽ വായനാ സംസ്കാരം വളർത്തുന്നതിനായി തദ്ദേശ ഭരണ വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി അക്ഷരോന്നതി. അക്ഷരോന്നതിയാണ് സംസ്ഥാനത്ത് പട്ടികജാതി പട്ടികവർഗ ഉന്നതികളിൽ വായനാ സംസ്കാരം വളർത്തുന്നതിനായി തദ്ദേശ ഭരണ വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി. കേരള വനിതാ കമ്മീഷൻ സംഘടിപ്പിക്കുന്ന പറന്നുയരം കരുത്തോടെ ക്യാമ്പയിന്റെ ബ്രാൻഡ് അംബാസിഡർ. കേരള വനിതാ കമ്മീഷൻ സംഘടിപ്പിക്കുന്ന പറന്നുയരം കരുത്തോടെ ക്യാമ്പയിന്റെ ബ്രാൻഡ് അംബാസിഡർ മഞ്ജു വാര്യർ. മഞ്ജു വാര്യറാണ് കേരള വനിതാ കമ്മീഷൻ സംഘടിപ്പിക്കുന്ന പറന്നുയരം കരുത്തോടെ ക്യാമ്പയിന്റെ ബ്രാൻഡ് അംബാസിഡർ. ജീവിത പ്രതിസന്ധികളെ തരണം ചെയ്യാൻ സ്ത്രീകളെ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ വനിതാ കമ്മീഷൻ സംഘടിപ്പിക്കുന്ന ക്യാമ്പയിനാണ് പറന്നുയരം കരുത്തോടെ. എന്താണ്? ജീവിത പ്രതിസന്ധികളെ തരണം ചെയ്യാൻ സ്ത്രീകളെ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ വനിതാ കമ്മീഷൻ സംഘടിപ്പിക്കുന്ന ക്യാമ്പയിനാണ് പറന്നുയരം കരുത്തോടെ. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ അമോണിയ പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനം. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ അമോണിയ പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശിലെ കാക്കിനഡയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ അമോണിയ പദ്ധതി നിലവിൽ വരുന്നത്. മനുഷ്യനെ വീണ്ടും ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ എത്തിക്കാനുള്ള നാസയുടെ പദ്ധതി. മനുഷ്യനെ വീണ്ടും ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ എത്തിക്കാനുള്ള നാസയുടെ പദ്ധതി ആർടെമിസ് 2. ആർടെമിസ് 2 ആണ് മനുഷ്യനെ വീണ്ടും ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ എത്തിക്കാനുള്ള നാസയുടെ പദ്ധതി. 2026 ബ്രിക്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം. 2026 ബ്രിക്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഇന്ത്യ. ഇന്ത്യയിലാണ് 2026 ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയാകുന്നത്. ബ്രിക്സ് ഉച്ചകോടിയുടെ 18ാമത് പതിപ്പാണ് ഇന്ത്യയിൽ നടക്കാൻ പോകുന്നത്. സംസ്ഥാനത്തെ ഓറിയന്റൽ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക് മാതൃഭാഷ പഠനത്തിന് അവസരമൊരുക്കുന്നതിനായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതി. സംസ്ഥാനത്തെ ഓറിയന്റൽ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക് മാതൃഭാഷ പഠനത്തിന് അവസരമൊരുക്കുന്നതിനായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതി മലയാളം സ്ത്രീ. മലയാളം സ്ത്രീയാണ് സംസ്ഥാനത്തെ ഓറിയന്റൽ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക് മാതൃഭാഷ പഠനത്തിന് അവസരമൊരുക്കുന്നതിനായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതി. 67,800 വർഷം പഴക്കമുള്ള ഗുഹാചിത്രങ്ങൾ കണ്ടെത്തിയ മുനാദ്വീപ് സ്ഥിതി ചെയ്യുന്ന രാജ്യം. 67,800 വർഷം പഴക്കമുള്ള ഗുഹാചിത്രങ്ങൾ കണ്ടെത്തിയ മുനാദ്വീപ് സ്ഥിതി ചെയ്യുന്ന രാജ്യം ഇന്തോനേഷ്യ. ഇന്തോനേഷ്യയിലാണ് 67,800 വർഷം പഴക്കമുള്ള ഗുഹാചിത്രങ്ങൾ കണ്ടെത്തിയ മുനാദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിന്റെ ബാലശാസ്ത്ര സാഹിത്യ അവാർഡിന് 2026 അർഹനായത്. സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിന്റെ ബാലശാസ്ത്ര സാഹിത്യ അവാർഡിന് 2026 അർഹനായത് പ്രദീപ് ഓർക്കാട്ടേരി. പ്രദീപ് ഓർക്കാട്ടേരിക്കാണ് സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിന്റെ ബാലശാസ്ത്ര സാഹിത്യ അവാർഡ് 2026 ലഭിച്ചത്. പ്രദീപ് ഓർക്കാട്ടേരിയുടെ പുല്ലരി മധുരം എന്ന കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചത്. ക്യാൻസർ പ്രാരംഭഘട്ടത്തിൽ കണ്ടെത്തുന്നതിനുള്ള ആശാവാൻ മൊബൈൽ യൂണിറ്റ് സജ്ജമാക്കിയ സംസ്ഥാനം. ക്യാൻസർ പ്രാരംഭഘട്ടത്തിൽ കണ്ടെത്തുന്നതിനുള്ള ആശാവാൻ മൊബൈൽ യൂണിറ്റ് സജ്ജമാക്കിയ സംസ്ഥാനം ഗുജറാത്ത്. ഗുജറാത്തിലാണ് ക്യാൻസർ പ്രാരംഭഘട്ടത്തിൽ കണ്ടെത്തുന്നതിനുള്ള ആശാവാൻ മൊബൈൽ യൂണിറ്റ് സജ്ജമാക്കിയത്. ക്യാൻസർ പരിശോധനയ്ക്കും രോഗനിർണയത്തിനുമായി പൂർണ്ണമായും സജ്ജീകരിച്ച ഒരു മൊബൈൽ മെഡിക്കൽ യൂണിറ്റാണ് ആശാവാൻ. കിടപ്പു രോഗികൾക്ക് പരിചരണം നൽകുന്ന കുടുംബശ്രീ പദ്ധതി. കിടപ്പു രോഗികൾക്ക് പരിചരണം നൽകുന്ന കുടുംബശ്രീ പദ്ധതി സ്വാന്തനമിത്ര. സ്വാന്തനമിത്രയാണ് കിടപ്പു രോഗികൾക്ക് പരിചരണം നൽകുന്ന കുടുംബശ്രീ പദ്ധതി. പത്തനംതിട്ട ജില്ലയിലാണ് പദ്ധതി ആദ്യമായി ആരംഭിച്ചത്.
തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെയും ആരോഗ്യ വകുപ്പിന്റെയും വിജ്ഞാന കേരളം പദ്ധതിയുടെയും സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെയും ആരോഗ്യ വകുപ്പിന്റെയും വിജ്ഞാന കേരളം പദ്ധതിയുടെയും സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്.